ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ഏലത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ്. അതായത് ഞാൻ സ്വന്തമായി നോക്കുന്ന ഒരു 10-60 മൂട ഏലമുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 60 മൂട ഏലം വളരെ മോശമായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഈ വേനലൊക്കെ ശരിക്കും നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിൽ കുറച്ച് വളമൊക്കെ കലക്കി ഒഴിച്ച് കൊടുക്കാം. പിന്നെയും ഒന്നേന്ന് പുഷ്ടിച്ച് വരുമോ എന്നൊക്കെ നോക്കാനായിട്ട്. അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഏലത്തിന് ചിമ്മും ശരമൊക്കെ അടിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് കയറി വരും. നമ്മൾ ഏകദേശം എരമ്പൊക്കെ ഇറക്കി നല്ല സെറ്റപ്പാക്കിക്കൊണ്ട് വരുവാണ്. ഇനി കുറച്ച് പറമ്പിൽ പണികളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഏലം നല്ല വൃത്തിയായിട്ട് കയറി വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ എനിക്ക് പറയാനുള്ളത്, വാപ്പച്ചിയുടെ ഏലം അവിടെ നട്ടതിനോടൊപ്പം തന്നെയാണ് ഇവിടെ എനിക്കും വാപ്പച്ചി ഏലം നട്ട് തന്നത്. വാപ്പച്ചി അതുപോലെ കഷ്ടപ്പെട്ട് പറമ്പിൽ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടാണ് കേട്ടോ ആ ഏലം അങ്ങനെ നിൽക്കുന്നത്. വളത്തിലും മരുന്നിനും ഒന്നുമല്ല കാര്യം. അതായത് കൂടുതലും മനുഷ്യൻ്റെ ഒരു മണമൊക്കെ അടിച്ചാണ് ആ ഏലത്തിന് അത്രത്തോളം വ്യത്യാസം. ഫുൾ ടൈം വാപ്പച്ചി പറമ്പിൽ കാണും. ഒരു ദിവസം പോലും പറമ്പിൽ കയറി പോകാത്തതില്ല. കൂടുതൽ സമയവും ആ പറമ്പിലേക്ക് ചിലവഴിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ദിവസം ഒരു ഫോളിയാർ അടിച്ചതിൻ്റെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചിരുന്നു. അതിൽ ഞാൻ വിട്ടുപോയി കേട്ടോ, ഏത് ഫോളിയാറാണ് അടിച്ചതെന്ന് പറയാനായിട്ടും അതൊന്ന് കാണിച്ചു തരാനായിട്ടും. ഇതാണേലും ഇനി ചെയ്യുന്ന ഏലത്തിൻ്റെ വളങ്ങളും മരുന്നുകളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു കൂടി തരാം. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് ഈ 60 മൂട ഏലത്തിന് വേണ്ടി കലക്കി കൊടുക്കുന്നത് ടുമിക്ക് CN 13-045 മൈക്രോ ഫുഡ് എന്നിവയെല്ലാം കൂടെ ചേർത്താണ് കേട്ടോ കലക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യമായിട്ട് പറഞ്ഞിരുന്നു, ഏലത്തിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഏലത്തിലേക്ക് വളങ്ങളൊക്കെ കടയിൽ നിന്ന് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവർ പറഞ്ഞു തരുന്നതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഏലം ചെയ്യാൻ തുടങ്ങിയത്. അത് തന്നെയാണ് കേട്ടോ സത്യമായ കാര്യവും. നമുക്ക് ഏലത്തെക്കുറിച്ച് ശരിക്കും ഒന്നും അറിയാതെയാണ് ഏലം കൃഷിയുമായി ഇറങ്ങിയത്. എൻ്റെ മുൻപുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ടു നോക്കിയാൽ അറിയാം. ഞാൻ ഏലത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തു വന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു അറിവ് പോലും ഇല്ലാതെ ഞങ്ങൾ ഈ ഏലം കൃഷിയിലേക്ക് ഇറങ്ങി. ഞങ്ങളെന്ന് പറയുന്നത് ഞാനും വാപ്പച്ചിയുമാണ്. അപ്പോൾ വാപ്പച്ചിയാണ് എനിക്കിവിടെ ഏലം വെച്ച് തന്നതും വാപ്പച്ചിയുടെ ഏലത്തോട്ടങ്ങളൊക്കെ ഞാൻ കാണിക്കാറുള്ളതാണ്. അങ്ങനെ ഏകദേശമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഏലം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റി. എൻ്റെ ഈ ഏലങ്ങളൊക്കെ വേനൽ നശിപ്പിച്ച് കളഞ്ഞതാണ്. വാപ്പച്ചി വേനലിൽ നിന്നും നല്ല വെള്ളമൊക്കെ അടിച്ചു കൊടുത്ത് നല്ലതുപോലെ സംരക്ഷിച്ചത് കൊണ്ട് തന്നെ ആ ഏലത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ബാധിച്ചില്ല. എനിക്കിവിടെ വെള്ളത്തിന് നല്ല ക്ഷാമമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഏലം ഇത്രത്തോളം പോയി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് നല്ലതുപോലെ ചിമ്പടിക്കാനും ശരങ്ങളൊക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഇത്രയും മരുന്നുകൾ കൂട്ടി ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞാനത് ചെയ്യാനായിട്ട് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. അപ്പം തലേദിവസം വെള്ളത്തിലിട്ട് കലക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അലിയും എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്താണെന്ന് ഞാൻ ചെയ്തില്ല. കടയിൽ നിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കലക്കി ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ കലക്കി കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കമ്പൊക്കെ ഇട്ടൊന്ന് നന്നായിട്ട് കലക്കി എടുക്കുന്നുണ്ട്. നമുക്ക് മൊത്തം 600 ലിറ്റർ വെള്ളം കലക്കിയെടുത്ത് ഒഴിച്ചു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 30 ലിറ്റർ വെള്ളം വെച്ചിട്ടാണ് ഈ മരുന്ന് കലക്കിയെടുത്തത്. ഇനി ഓരോ 10 ലിറ്ററും ഇങ്ങനെ എടുത്ത് ഓരോ ബക്കറ്റ് എടുത്ത് നമ്മൾ 200 ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. 200 കാണുകയല്ല, ഒരു 150 കാണുള്ളെങ്കിലും അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ആ വെള്ളമാണ് എന്നിട്ട് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലായിടത്തും നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ എല്ലാം ഒരുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിനി ഒരു മൂടിന് 10 ലിറ്റർ കിട്ടുന്ന രീതിയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും. 7 ലിറ്ററേ ഉള്ളായിരിക്കും ഈ ബക്കറ്റ്. എങ്കിലും നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം വെച്ച് ഒഴിച്ചു കൊടുക്കും. വലിയ ചെടികൾക്ക് ഒന്നും കൂടി കുറച്ചുകൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഒരു 10 ലിറ്റർ കിട്ടുന്ന രീതിയിൽ. ചെറിയ ചെടികളാണെങ്കിൽ മാത്രമേ കുറച്ചൊഴിക്കാറുള്ളൂ. ആ ഒരു പരുവത്തിനങ്ങ് ഒഴിച്ചു കൊടുക്കും. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ വളം കൂട്ടി മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബക്കറ്റിലേക്ക് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് കലക്കി കൊടുക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടും. അപ്പം എല്ലാ ഭാഗത്തും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ 2 ബക്കറ്റ് ഒരേപോലെ എടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. തൊട്ടടുത്തടുത്തുള്ള ചെടികൾ. അപ്പോൾ ഇങ്ങനെ ഓരോ ബക്കറ്റ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നല്ലതുപോലെ ചിമ്പൊക്കെ പൊട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ
നല്ല രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അത്യാവശ്യം നല്ലതുപോലെ കലങ്ങിയൊക്കെ തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഒരു ഒരു 1 മീറ്റർ അല്ലെ 1.5 മീറ്റർ അകത്തി ഒഴിക്കണമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. ചെറിയ ചെടി ആയതുകൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ വേരുകളൊക്കെ നോക്കിയിട്ടാണ് ഒഴിക്കുന്നത്. നല്ലതുപോലെ ചിമ്പ് പൊട്ടാനും ശരം വരാനും വേരുകളൊക്കെ ആവാനുമുള്ള മരുന്നാണ് കേട്ടോ കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ വളങ്ങളൊക്കെ മേടിക്കുമ്പോൾ നല്ല കമ്പനി വളങ്ങൾ നോക്കി മേടിക്കണം. അപ്പോൾ ഞാനിവിടെ ഏത് കമ്പനിയുടെ വളമാണ് മേടിച്ചതെന്ന് വിട്ടുപോയി കേട്ടോ. കാരണം വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. അതുകൊണ്ട് തന്നെ ഏതായിരുന്നു ആ കമ്പനിയെന്ന് ഞാൻ മറന്നു പോയെന്നുള്ളതാണ് സത്യം. എന്താണെങ്കിലും അടുത്ത പ്രാവശ്യമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. മേടിക്കുന്ന വളത്തിൻ്റെയും ആ കമ്പനിയുടെയൊക്കെ പേര്. എപ്പോഴും നമുക്ക് നല്ല കമ്പനിയുടെ വളങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് അതുകൂടെ നോക്കണം കേട്ടോ. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ല വളങ്ങളൊക്കെ മേടിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് തന്നെ. നല്ലതുപോലെ കിട്ടുന്ന ചെടിയാണെങ്കിൽ അതിനെ നല്ലതുപോലെ സംരക്ഷിക്കണം. പിന്നെ നമ്മൾ സംരക്ഷിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. നല്ലതുപോലെ സംരക്ഷിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ കിട്ടും. അപ്പം നല്ല ഏലങ്ങളെന്നൊക്കെ ഉള്ള നല്ല സൈസ് ഏലങ്ങളൊക്കെ വാങ്ങിച്ച് നട്ടു കൊടുക്കണം. ഏലം പലതരമുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്കിവിടെ കുറച്ച് ഏലങ്ങളൊക്കെ വ്യത്യസ്ത തരത്തിലെ ഏലങ്ങളുണ്ട് ഇവിടെ നിൽപ്പുണ്ട്. എങ്കിലും കാണിച്ചു തരുമ്പോൾ ഞാൻ വേറെ ഏലങ്ങളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അതുപോലെ തന്നെ അപ്പോൾ ദാണ്ടേ കണ്ടോ, താഴെ ഭാഗത്തേക്ക് ടാങ്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ താഴത്തേക്കുള്ള വളം ഇങ്ങനെ കൂട്ടി ഒഴിക്കുക കേട്ടോ. അപ്പം നമ്മൾ മുറ്റത്തെ തന്നെ 2-3 സൈഡിലായിട്ട് ടാങ്ക് മാറ്റി മാറ്റി വെച്ച് എളുപ്പം നോക്കുന്നതാണ് കേട്ടോ. ചെടി നിൽക്കുന്ന എളുപ്പം നോക്കി നമ്മളിങ്ങനെ അടുത്തടുത്ത് ടാങ്ക് വെച്ച് കൊടുക്കും. ഒരു ടാങ്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 18 ബക്കറ്റ് എടുക്കാനേ കാണുള്ളൂ. 10-20 ബക്കറ്റ് കാണുകയില്ല. 18 പ്രാവശ്യമൊക്കെ 18 ബക്കറ്റ് എടുക്കാനാണ്. അപ്പം 180 ലിറ്റർ വെള്ളം. 10 ലിറ്ററിൻ്റെ ബക്കറ്റാണെങ്കിൽ ഒരു 180 ലിറ്റർ വെള്ളം. 18 ബക്കറ്റ് എടുക്കാനേ കാണുള്ളൂ. അപ്പോൾ ഇങ്ങനെ 3-4 സ്ഥലങ്ങളിലൊക്കെ മാറ്റി മാറ്റി വെക്കുമ്പോൾ കോരിക്കൊണ്ട് പോകാൻ എളുപ്പമാണ്. അതാണ് ഞാനിവിടെ കാണിച്ചു തന്നത്. അപ്പം വളരെ ശ്രദ്ധിച്ച് നോക്കി ഒഴിച്ചു കൊടുക്കണം. അത്യാവശ്യം നല്ലതുപോലെ കിട്ടിക്കൊണ്ടിരുന്ന ഏലമാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും മോശമായിട്ട് നിൽക്കുന്നത്. നല്ലതുപോലെ ഇതിനെ സംരക്ഷിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടമ്മയുടെ ആവശ്യങ്ങളെല്ലാം ഈ ഒരു പറമ്പിൽ നിന്ന് തന്നെ നടക്കും. അത് 60 മൂട് ഏലം മതി. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുമായിരുന്നു 60 മൂട് ഏലത്തിൽ നിന്ന്. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും നല്ല രീതിയിൽ ഏലം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നടക്കാനുള്ള നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. ഒരു ചെറിയൊരു വരുമാനമാണ് കേട്ടോ. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് തുടങ്ങിയതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കഷ്ടപ്പെടുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ ആ ഒരു ഫലം കിട്ടും. പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണി രാവിലെ ഒരു 6 മണി സമയത്തൊക്കെ ഈ ഏലത്തിനകത്തൂടെ ഇറങ്ങി നടക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് മനുഷ്യൻ്റെ അടുത്ത്, അതായത് കൂടുതലും നമ്മൾ മനുഷ്യ മണം അടിക്കുന്നിടത്ത് നിൽക്കുന്ന ഏലത്തിന് നല്ല വ്യത്യാസമാണെന്ന്. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ഇറങ്ങി നടക്കാൻ പറയുന്നത്. അതൊക്കെ കലക്കി ഒഴിച്ച് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഏലം ഒന്ന് നിരീക്ഷിക്കാൻ ഇറങ്ങിയപ്പോഴാണ് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാം റൗണ്ട് കായെടുപ്പ് നടന്നിട്ടില്ല ഇവിടുത്തെ. ഒരാളെ വിളിച്ചെടുപ്പിക്കാനുള്ളതും ഇല്ല. അപ്പം ഞാൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏലം ഒന്ന് നിരീക്ഷിച്ച് വന്നതാണ് കേട്ടോ. കുഴപ്പമില്ല, ഏലക്കായൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ 2 ദിവസം കൊണ്ട് എനിക്ക് എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഏലക്കായ എടുക്കാൻ വേണ്ടിയിട്ട് ഏലമൊക്കെ ഒന്ന് നിരീക്ഷിച്ചാണ്. കൂടുതലും അണ്ണാനങ്ങാണ്ട് പൊട്ടിച്ച് കളഞ്ഞു. നല്ലതുപോലെ പൊട്ടിച്ചിട്ടേക്കാണ് കണ്ടോ. നിൽക്കുന്ന കായൊക്കെ ഒരുപാട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയൊന്നും നോക്കണ്ട, കായ എടുത്തേക്കാവെന്ന് കരുതി ഒന്ന് നിരീക്ഷിച്ച് നോക്കിയതാണ്. രാവിലെ ഇറങ്ങി നമ്മുടെ മഞ്ഞുവെള്ളം പൊഴിഞ്ഞ് കിടക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. രാവിലത്തെ മഞ്ഞിൽ ആ ഒരു മഞ്ഞുവെള്ളമാണ് കാണുന്നത്, മഴയൊന്നുമല്ല. എന്താണെങ്കിലും രാവിലെ തന്നെ ഒരു 8 മണിയോടുകൂടി കായ എടുക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ കായ എടുത്ത ഒരു 4 മണിയായിട്ടും സത്യം പറഞ്ഞാൽ കായ ആയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തന്നെ എടുക്കുന്നത്. പഠിച്ചത് ഞാൻ കാണിച്ചു തന്നല്ലോ നിങ്ങൾക്ക്. അത്ര വലിയ വശമൊന്നുമില്ല കേട്ടോ കായ എടുക്കാനായിട്ട്, സ്പീഡൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏലത്തിൽ കായ എടുത്താണ് ഞാൻ പഠിച്ചത്. അപ്പം സ്പീഡ് കുറവാണെങ്കിലും ഒരാളെ നിർത്താതെ തന്നെ നമുക്ക് കായ എടുക്കാനായിട്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആളെ വിളിച്ചാൽ കിട്ടാനില്ലായിരുന്നു കേട്ടോ. ചേച്ചിമാർക്കൊക്കെ തിരക്കാണ്. അപ്പം കുറച്ച് കായല്ലേ ഉള്ളൂ, എടുക്കാൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട, 1-2 എണ്ണം വെച്ച് എടുത്ത് വിടാൻ പറഞ്ഞു. 1 കാ അല്ല 2 കാ. 1 കാ പറിക്കുമ്പം
അറിയാമല്ലോ എങ്ങനെയാണ് അടുത്ത കാപഴുത്താണോ എന്നറിയാമല്ലോ, അത് നോക്കി അങ്ങ് എടുത്തോളാൻ വിളിച്ച് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ദാണ്ട് ഇവിടെ കായ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലായിരുന്നെന്ന് തന്നെ പറയണം. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു തന്നെ എടുക്കുക എന്നുള്ളത്. എന്നാലും തന്നെ ഇരുന്നെടുത്തത് ഒരു മടുപ്പായിരുന്നു. എങ്കിലും ഇടയ്ക്ക് മോളും മോനും ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നു. അവർ വർത്തമാനമൊക്കെ പറഞ്ഞ് സഹായിച്ചിരുന്നു. അവധി ദിവസമാണ് കേട്ടോ ഞാൻ ഈ കായ എടുക്കാൻ നിന്നത്. എനിക്കറിയാമായിരുന്നു ഇതൊന്നും ആവുകയില്ലെന്ന്. അപ്പം കുറച്ച് കായ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് 2 ദിവസം കൊണ്ടാണ് എടുത്തത്. എങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ഒരാളെ നിർത്താതെ നമുക്ക് സ്വന്തമായിട്ട് കായ എടുക്കാൻ പറ്റി. അപ്പം സ്ഥിരം കായ എടുത്താലേ കൈക്ക് സ്പീഡാവുകയുള്ളൂ. അത് ചേച്ചിമാരാണേലും കാണിച്ചു തന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. അവർക്ക് കുറച്ച് ടെക്നിക്കുകളൊക്കെ അറിയാം കായ എടുക്കാൻ പോകുന്നവർക്ക്. ഇത് എനിക്ക് കുറച്ച് സ്പീഡ് കുറവാണ്, കുറച്ചല്ല നന്നായിട്ട് സ്പീഡ് കുറവാണ്. എങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ കായ എടുത്ത് കേട്ടോ ഈ പ്രാവശ്യം. ഒറ്റയ്ക്ക് കായ എടുത്തപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരം നന്നായിട്ട് ശ്രദ്ധിക്കണം, മാറിപ്പോകാതൊക്കെ. അതായത് എടുക്കുന്ന ശരം ഒരു കൈയുടെ നമ്മുടെ ഇടത് കൈയുടെ സൈഡിലേക്ക് മാറ്റി മാറ്റി കൊടുക്കണം. അതൊക്കെ ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായത് തന്നെ. അങ്ങനെ ഞാൻ എന്താണ്ട് ഏകദേശമൊക്കെ ഇനി വലിയൊരു ചെടിയാണ് എടുക്കുന്നത്. ഇവിടെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു ചെടി എടുക്കാനായിട്ട്. അതായത് ഞാൻ എടുത്തതിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നൊരു ചെടിയായിരുന്നു. അപ്പം ഇതെവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പിടിച്ചാൽ തീരും, അങ്ങനെയൊക്കെയുള്ളൊരു നല്ലൊരു ടെൻഷനായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ലാതെ അതും ഒരു ശരം പോലും വിട്ട് കളയാതെ ഞാൻ എടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിതായിട്ട് തൈകളൊക്കെ കിളുത്ത് നിൽക്കുന്നത് നമ്മുടെ പഴുത്ത ഏലയ്ക്ക എണ്ണാൻ പൊട്ടിച്ച് തിന്നിട്ട് ആ അരികൾ വീണ് കിളുക്കുന്നതാണ് കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താണെങ്കിലും അത്യാവശ്യം പൂവൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അങ്ങനെ താണ്ടെ ഇവിടുത്തെ മുഴുവൻ തന്നെ എടുത്തു കഴിഞ്ഞുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ എല്ലാ ചെടികളിൽ നിന്നും കായ എടുത്ത ശേഷമാണ് ഈ വലിയ ചെടിയിലെ കായ എടുത്തത്. ഞാനിതാണ് പറഞ്ഞത്, ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന സൈഡിൽ നിൽക്കുന്ന ചെടിയാണിത്. അപ്പം രാവിലെയും വൈകിട്ടും എല്ലാം ഈ ചെടിയുടെ മൂട്ടിൽ കൂടെ ആൾ പോകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ചൊരു ചെടി കൂടിയാണ് കേട്ടോ. അപ്പം അതാണ് ഞാൻ പറഞ്ഞ മനുഷ്യ മണം അടിക്കുന്ന ചെടിക്ക് വ്യത്യാസമുണ്ടെന്ന്. എന്താണെങ്കിലും ചെറിയ ചെടി എല്ലാം എടുത്ത ശേഷം ദാണ്ട് ഈ വലിയ ചെടിയും ഞാൻ എടുത്തു. അപ്പം നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും വലിയ ഒരു ബക്കറ്റ് കായ എടുക്കാനായിട്ട് കിട്ടി കേട്ടോ. കൂടുതലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം കായ വളരെ കുറവായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറച്ചാണ് കിട്ടിയത്. വേനൽ നശിപ്പിച്ചത് കൊണ്ടാണ്. അതല്ല, നമ്മൾ കഴിഞ്ഞ ആണ്ടിലൊക്കെ നല്ല രീതിയിൽ കായ എടുത്തതാണ്. അത് എനിക്ക് തോന്നുന്നൊരു 30 മൂട് ചെടിയെന്ന് തന്നെ ഒരു 60 കിലോയ്ക്കടുത്ത് പച്ചക്കായ എടുത്ത സമയം ഉണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് കായ്ക്കുന്ന 30 മൂട് ചെടിയെന്ന് നമ്മൾ 60 കിലോയ്ക്ക് മേളിൽ കായ എടുത്ത ചെടികളായിരുന്നു കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്നേന്ന് നല്ല രീതിയിൽ പണിതെടുക്കണം. അപ്പോൾ അടുത്ത ദിവസം തൊട്ടൊക്കെ ഏലത്തിൽ പണിയാനുള്ള ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ ഇനി സാധാരണ ഞാനാണ് മണ്ണിട്ട് കൊടുക്കുന്നതും ഏലത്തിൻ്റെ എല്ലാ പണികളും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഏലം വെക്കാൻ മാത്രമേ വെളിയിൽ നിന്ന് ആളെ വിളിച്ച് ചെയ്യിപ്പിച്ചിട്ടുള്ളായിരുന്നു. എങ്കിൽ ഈ വർഷം അതിനെ മാറ്റിക്കൊണ്ട് കുറച്ച് പണികൾ പുറത്തുനിന്ന് ആളെ വിളിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലേ ഏലം നല്ല രീതിയിൽ കയറി വരുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ ഏലത്തിൻ്റെ പണികളൊക്കെ കാണിച്ചു തരാം കുറേശ്ശെയായിട്ട്. അതുപോലെ തന്നെ വാപ്പച്ചിയുടെ കാടിൻ്റെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ ഏലവും എടുത്ത ശേഷമാണ് കേട്ടോ ഒരു അടിപൊളി മഴ വന്നു. അപ്പോൾ ഏകദേശം ഞാനിവിടെ കായ എടുത്ത് കഴിഞ്ഞെന്ന് തന്നെ പറയണം. 2 ദിവസം എടുത്തു. ഒരു ദിവസം 8:30-ക്ക് ഇറങ്ങിയ ഞാൻ ഇടയ്ക്ക് കേക്ക് ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട് കയറിപ്പോയി. അപ്പം അങ്ങനെയാണ് 2 ദിവസം എടുത്തത്. പിറ്റേ ദിവസം 12 മണിക്ക് മുമ്പായിട്ട് തീർന്നു. അതല്ല, കേക്കൊന്നും ചെയ്യാൻ കയറിപ്പോയില്ലാതെ ഒരേ ഇതിന് തന്നെ നിന്നെടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ തീർന്നേനെ. സ്പീഡ് വളരെ കുറവാണെന്നുണ്ട്. ഇത്രത്തോളം ഞാനിവിടെ തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനിയും ഏലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.